ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1 വെറും പാൻ ഇന്ത്യ അല്ല, വൻ ഗ്ലോബൽ വിജയം കൊണ്ടാടുകയാണ്. ഈ ആഴ്ചത്തെ കളക്ഷൻ കണക്കുകൾ പുറത്തു വരുമ്പോൾ ലോകമാകമാനം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമായി മാറുകയാണ് ഈ സിനിമ. തദ്ദേശീയമായ ബോക്സ് ഓഫീസ് കളക്ഷനുകൾക്കൊപ്പം വിദേശ കളക്ഷനും കൂടി കൂട്ടിയാൽ ആഗോളതലത്തിൽ ഒരു സിനിമയ്ക്കുണ്ടാകുന്ന ഏറ്റവും അധികം കളക്ഷൻ എന്ന റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ആദ്യ ആഴ്ചയിൽ തന്നെ ആഗോളതലത്തിൽ ഏകദേശം 450 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം ചിത്രം ആദ്യ 7 ദിവസത്തിനിടെ 379 കോടി രൂപ കളക്ട് ചെയ്തു. ആദ്യ ആഴ്ച കഴിയുന്നതോടെ ഈ തുക 400 കോടി രൂപയ്ക്ക് മുകളിലാകും എന്നായിരുന്നു നിഗമനം. വിദേശ വിപണികളിൽ നിന്നും $8 മില്യൺ, അതായത് ഏകദേശം 70 കോടി രൂപ നേടിയതോടെ ചിത്രത്തിന്റെ ആഗോള ആദ്യ ആഴ്ചയിലെ കളക്ഷൻ 470 കോടിയായി ഉയർന്നിരിക്കുന്നു. ഡോളർ കണക്കിൽ 53 മില്യൺ ആണിത്. ഈ വിജയം ചെറുതല്ല എന്ന് ആരോടൊക്കെ മത്സരിക്കുമ്പോഴാണ് ലഭിച്ചത് എന്നറിയുമ്പോൾ മനസ്സിലാകും. വിഖ്യാത സംഗീതജ്ഞൻ ടൈലർ സ്വിഫ്റ്റ് തന്റെ പുതിയ ആൽബം പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി ദി ഒഫീഷ്യൽ റിലീസ് പാർട്ടി ഓഫ് എ ഷോ ഗേൾ എന്ന ചലച്ചിത്രം റിലീസ് ചെയ്തിരുന്നു. സ്വിഫ്റ്റിന്റെ ആ ചിത്രം $50 മില്യൺ, അഥവാ 440 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഈ റെക്കോർഡ് കൂടിയാണ് കാന്താര ചാപ്റ്റർ 1 ഈ വാരം കളക്ട് ചെയ്ത് മുന്നിലെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആഗോള പ്രശസ്തനായ ലിയോണാർഡോ ഡിക്കാപ്രിയോയും പോൾ തോമസ് ആൻഡേഴ്സണും ഒന്നിച്ച് അഭിനയിച്ച വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം അതിന്റെ 2ാം ആഴ്ചയിൽ നേടിയ $40 മില്യൺ, അഥവാ 350 കോടി രൂപയും റീ റിലീസിനായി പുറത്തു വന്ന അവതാർ ദി വേ ഓഫ് വാട്ടർ നേടിയ $10 മില്യൺ, അഥവാ 88 കോടി രൂപയും കാന്താരയ്ക്ക് പിന്നിലാണ്. ഒരു കന്നഡ ചിത്രത്തിന്റെ പാൻ വേൾഡ് ജൈത്രയാത്ര അല്ല ഇതെന്ന് എങ്ങനെ പറയാനാകും? ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 100 കോടി രൂപ കളക്ഷൻ കടന്നപ്പോൾ കന്നഡ പതിപ്പും സമാനമായ നേട്ടം സ്വന്തമാക്കി. തെലുങ്കു ഡബ് പതിപ്പ് 60 കോടി രൂപയും മലയാളവും തമിഴും പതിപ്പുകൾ 20 കോടി രൂപ വീതവും കളക്ട് ചെയ്യുകയുണ്ടായി. ഋഷഭ് ഷെട്ടിക്ക് പുറമെ ചിത്രത്തിൽ അഭിനയിച്ച രുക്മിണി വസന്ത്, ഗുൽഷൻ ദേവയ്യ, ജയറാം തുടങ്ങിയ താരങ്ങൾക്കും ഇതൊരു അംഗീകാരമാവുകയാണ്. ഒപ്പം അണിയറിൽ പ്രവർത്തിച്ച എല്ലാ പേർക്കും.